നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സദ്യ സ്റ്റൈലിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി രസമാണ്. സിമ്പിളാണ്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ രസത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സർ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 7 വെളുത്തുള്ളി, 2 പച്ചമുളക്, അതേപോലെ ഒരു 1.5 ഇഞ്ച് അളവിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് മുഴുവനെ പാടിയുള്ളത്, ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാനും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് രസത്തിലേക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് പുളി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, നമ്മൾ സാമ്പാർ പുളി. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം നല്ലപോലെ തിരുമ്മി നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രസം റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകാണ്, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 8 ചെറിയുള്ളിയും ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലങ്ങ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല പോലൊന്ന് ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അത് എല്ലാനും കൂടി നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ ചേർത്ത അരപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അളവിൽ വെള്ളം കേട്ടോ, നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പുളിവെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിവെള്ളം നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയിലയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ രസം ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റിലുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്.